Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Can you sort the note your louder? Yo. എന്തൊന്നും പറയാത്തെ നോക്കിയില്ല നോക്കി ഓക്കെ ആണോ ക്ലിയർ ആണോ എന്താണ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ് വരെ എടുത്തേ അതില് 5 പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലേ ഇനി ഓരോ പോയിന്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ അതൊന്ന് നോക്കാം ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എത്തിക്കലോ ക്ലിയർ ആവാനുണ്ടോ ഉണ്ടോ ഇല്ല ക്ലിയർ ആണ് ഓക്കെ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം ഫസ്റ്റ് പ്ലാനിങ് ദ എക്യുപ്മെന്റ് അല്ലെ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ചെയ്യാം അപ്പൊ അതിൽ എന്താ പറയുന്നത് നോക്കി ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഫസ്റ്റ് നീഡഡ് എന്നുള്ളത് വേണ്ട കേട്ടോ ആ ഒരു സെന്റൻസ് വേണ്ട ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദി ബെസ്റ്റ് വൺ അല്ലെ പല മാർഗങ്ങളിലൂടെ അവരെന്താണ് മികച്ചത് തിരഞ്ഞെടുക്കുന്നു അല്ലെ ഇപ്പൊ മിസ് പറഞ്ഞു നമ്മൊരു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് സ്ഥലങ്ങളിൽ എൻക്വയറി നടത്തും അല്ലേ ആണോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് നടത്തിയാണ്ട് അതിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ളത് അല്ലെ നമ്മുടെ ആ പൈസക്ക് ഉള്ള മൂല്യത്തിനുള്ള സാധനങ്ങളെ വാങ്ങുള്ളൂ ആണോ ആണ് അല്ലെ അപ്പൊ അതിൽ പറയുന്നത് എന്താ പ്ലാനിങ് ദി എക്യുപ്മെന്റ് പല മാർഗങ്ങളിലൂടെ അല്ലെ എന്താണ് ബെസ്റ്റ് വൺ അല്ലെ സെലക്ട് ദി ബെസ്റ്റ് വൺ അത് പല മാർഗങ്ങളിലൂടെ മികച്ചത് തിരഞ്ഞെടുക്കുക നമ്മൾ ഒരുപാട് എൻക്വയറീസും സർവേ ഒക്കെ നടത്തി കാണിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുക നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ് പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു എക്യുപ്മെന്റ് ആ ഒരു പ്രോഡക്റ്റ് എന്താണോ അത് വാങ്ങുക അതിന് 9 സ്റ്റെപ്പാണ് പറയുന്നത് 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിങ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണെന്ന് പറഞ്ഞു നമ്മ വലിയ മൂലധനം കൊടുത്തിട്ട് വാങ്ങുന്നത് കാറ് എന്താണ് ബിൽഡിങ്ങുകള് വലിയ വലിയ മെഷീനറീസ് എക്യുപ്മെന്റുകളൊക്കെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് 5 സ്റ്റെപ്പുകളാണ് മേജറായിട്ട് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് അല്ലെ എന്താണ് നമ്മൾ ഒരു സാധനം വാങ്ങുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് അല്ലേ ആണോ അല്ലേ എന്താ പറയാത്തെ ആണ് അപ്പൊ ആ ഒരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ആവശ്യമുണ്ടോ എന്ന് നമ്മൾ മുൻകൂട്ടി കാണണ്ടേ വെറുതെ കുറെ പൈസ ഡെഡ് മണി ആയിട്ട് ഇട്ടിട്ട് കാര്യമുണ്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിയിട്ട് അവിടെ ഇട്ടിട്ട് കാര്യമുണ്ടോ അത് അവർക്ക് നഷ്ടമാണ് അല്ലെ ലോസ് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഡിമാൻഡ് മുൻകൂട്ടി കാണുക അവരുടെ ആവശ്യം ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അവർ മുൻകൂട്ടി കാണുക സോഴ്സ് ഓഫ് ഫണ്ട് ലോൺസ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നെക്സ്റ്റ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് അല്ലെ എന്താണ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനായിട്ട് അവരുടെ കയ്യിൽ അല്ലെ ആ ഒരു ഫണ്ട് പൈസ ഉണ്ടോ എന്ന് അവര് നോക്കുക അല്ലെ സോഴ്സ്
അപ്പൊ അതെന്താണ് ചിലപ്പോ അവരെന്തായിരിക്കും ആ ഒരു വലിയ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുന്നത് ലോൺ ആയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്താണ് ഡിപ്രീസിയേഷൻ ഫണ്ട് അല്ലെ. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാല് പുതിയ ആസ്തികൾ വാങ്ങാനായിട്ട് നമ്മുടെ കമ്പനിക്ക് ലഭ്യമായ തുകയെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഇയർലി അവർക്ക് ഇത്ര ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പുതിയ എക്യുപ്മെന്റുകളോ മെഷീനറീസ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിപ്രീസിയേഷൻ ഫണ്ട് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് അവരുടെ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. നമ്മൾ ഹോസ്പിറ്റലിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ലഭിക്കുന്ന ലാഭം ഉണ്ടാവുമല്ലോ, പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രോഫിറ്റ് അത്ര എമൗണ്ട് ആ ഒരു പ്രോഫിറ്റില് അവർക്ക് ഈ എക്യുപ്മെന്റ് വാങ്ങാനുണ്ടോ. അതല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് അല്ലെ. എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുകൾ. ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മോഡിഫൈ ചെയ്യാനായിരിക്കും, ചില ഇപ്പൊ എക്യുപ്മെന്റുകൾ വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ മാത്രമായിട്ടുള്ള സ്പെസിഫിക് ഫണ്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് ആ ഒരു സ്പെസിഫിക് ഫണ്ട് അവർക്ക് ഉണ്ടോ എന്ന കാര്യം വിലയിരുത്തുക. ഇപ്പൊ നമ്മളാണെങ്കിൽ എങ്ങനെയാണ്, നമുക്കൊരു കാറ് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാറ് വാങ്ങണമെങ്കിൽ നമ്മുടെ അടുത്ത് ആ ഫണ്ട് ഉണ്ടോ നോക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഫണ്ടൊക്കെ ഉള്ളെങ്കിൽ ബാക്കി എന്ത് ചെയ്യും? EMI ആയിട്ട് എടുക്കും അല്ലെ. കാറൊക്കെ പുതിയ കാറുകളൊക്കെ ആണോ CC ആയിട്ട് എടുക്കും, EMI ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഏത് വിധേനയാണ് അവരുടെ കയ്യിലുള്ളതെന്ന് അവർ വിലയിരുത്തുക. നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കേഴ്സ് അല്ലെ. നമ്മളിപ്പോ എന്ത് ഡിസിഷൻ ആ തീരുമാനം എടുക്കണം അല്ലെ. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങണോ, അതിന് ഇന്ന ഫണ്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കേഴ്സ് അതിലാരൊക്കെയാണ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഹെഡ് വേണം അല്ലെ. അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമാണ്, അവർക്ക് ഭാവിയിലേക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടോ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ അല്ലെ. എന്താണ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് കൊണ്ട് അവർക്ക് എന്തെങ്കിലും എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസോ അല്ലെങ്കിൽ എന്താണ് വേസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെ. അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെ. അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറും കൂടി ഉണ്ടായിരിക്കും. ഡിസിഷൻ മേക്കേഴ്സിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അവര് ഫണ്ട് അതിന്റെ ഡിമാൻഡ് അവർ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ അതിനു വേണ്ട സോഴ്സ് കണ്ടുപിടിച്ചു, അതിനു വേണ്ട തീരുമാനം എടുത്തു. ലാസ്റ്റ് പിന്നെ എന്ത് വേണം? സപ്ലയേഴ്സ് വേണം അല്ലെ. വിതരണക്കാരൻ വേണ്ടേ? അവര് ക്യാപിറ്റൽ എക്യുപ്മെന്റുകള് വിൽക്കുന്ന ആള് വേണ്ടേ? വെഞ്ചർ വേണം അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് സപ്ലയേഴ്സ്, വെൻഡേഴ്സിന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഇൻഫർമേഷൻ ജനറേഷൻ, ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്. എന്താണ് നമ്മ അത് കൈകാര്യം ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്ട് വിദഗ്ധരായവരിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക അല്ലെ, വിവരങ്ങൾ ശേഖരിക്കുക. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു കാറ് വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ അഭിപ്രായം ചോദിക്കാറുണ്ടോ? അത് ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കൽ എങ്ങനെയുണ്ട് അല്ലെ. അതിന് എത്ര കാറാണെങ്കിലും നമ്മൾ ചോദിക്കൽ അതിന് എത്ര മൈലേജ് കിട്ടാറുണ്ട് അല്ലെ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കാറുണ്ടോ? അതേപോലെ എന്താണ് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരായവരിൽ നിന്നോ അതല്ലെങ്കിൽ എന്താണ് അത് ഡീല് ചെയ്യുന്ന അല്ലെ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് ഇൻഫോർമേഷൻസ് ശേഖരിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് അവർ ചെയ്യുന്നത് assess ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ആ ഒരു ഇൻസ്ട്രുമെന്റ്, അതായത് ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് അവരെ ആ ഒരു ഹോസ്പിറ്റലിന് സഹായകരമാണോ എന്ന് അവര് വിലയിരുത്തുന്നു. ഇപ്പൊ ഒരു എന്താണ് നമ്മുടെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാത്ത ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ
അവിടേക്ക് അവർ ക്യാൻസർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റുകൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്യാൻസർ വേണ്ട അല്ലേ? അപ്പൊ അവർ എന്ത് ചെയ്യാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു. നെക്സ്റ്റ് കമ്പാരറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ് അല്ലെ. നമ്മ പറഞ്ഞ എന്താണ്? പല സപ്ലയേഴ്സിനും നമ്മൾ എൻക്വയറി കൊടുക്കും അല്ലെ, പർച്ചേസ് എൻക്വയറി കൊടുക്കും. അപ്പൊ അവർ എന്ത് ചെയ്യാം? നമുക്ക് കൊട്ടേഷൻസ് തരും അല്ലെ. പല സപ്ലയേഴ്സും നമുക്ക് കൊട്ടേഷൻസ് തരും. അപ്പൊ അവര് പറയുന്ന പ്രൈസ്, ഡേറ്റ്, പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ ആയിരിക്കോ? ഇല്ല. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കിട്ടിയ സപ്ലയേഴ്സിൽ നിന്ന്, പല സപ്ലയേഴ്സിൽ നിന്ന് കിട്ടിയ ആ കൊട്ടേഷൻസ് അവർ കമ്പാരറ്റീവ് സ്റ്റഡി നടത്താണ് അല്ലെ, താരതമ്യ പഠനം നടത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് അല്ലെ. നെക്സ്റ്റ് അവർക്ക് എന്താണ്? ഫിനാൻഷ്യൽ ടൂൾസ് എന്താണ്? ഇപ്പൊ അവരെന്ത് ചെയ്തു? ഫണ്ട്, അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. അപ്പൊ ഏകദേശം എത്ര ബഡ്ജറ്റ് ആവും അല്ലെ? ആ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്ര അവർക്ക് ബഡ്ജറ്റ് ആവും, അതിന്റെ ചെലവ് എത്രയാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, അവർക്ക് അത് ആപ്റ്റ് ആണ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണ്, എക്സ്പേർട്ടിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻസ് ലഭിച്ചു, അതിന് വേണ്ട കമ്പാരിറ്റീവ് സ്റ്റഡി, കൊട്ടേഷൻസിന്റെ സ്റ്റഡി നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു സപ്ലയേഴ്സിനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്തു. അതിനുശേഷം അവർ എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യുക അല്ലെ. ഇല്ലേ? ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. വലിയ വലിയ മെഷീനറീസും എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഇൻസ്റ്റോളേഷൻ. AC ഫോർ സം എക്യുപ്മെന്റ്, എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ. കറക്റ്റ് ആണോ? പ്രിന്റിൽ എടുക്കുന്നത് AC for some equipment, space of room, protective measures like rough walls for X-ray machines. എന്താണ് ആ ഒരു എക്യുപ്മെന്റ്? അപ്പൊ ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ് AC for some equipment. AC പോലെയുള്ള ചില എക്യുപ്മെന്റുകൾ എന്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ് അല്ലെ ചെയ്യുന്നത്. സ്പേസ് ഓഫ് റൂം, അതിനെന്ത് വേണം? ആ ഒരു റൂമിന് ആ ഒരു എക്യുപ്മെന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സ്പേസ് വേണോ? പിന്നെന്താണ്? പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് അല്ലെ. എന്താണ്? പ്രൊട്ടക്റ്റീവ് മെഷേഴ്സുകൾ സ്വീകരിക്കേണ്ടി വരും ചില എക്യുപ്മെന്റുകളൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. എക്സാമ്പിൾ പറയുന്നത് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. എക്സ്റേ റൂംസിന്റെ എക്സ്റേ എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാൾസ് എങ്ങനെയാണ്? എക്സ്റേ റൂംസിന്റെ വാൾസ് റഫ് ആയിട്ടുള്ള വാളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് വല്ലതും സ്വീകരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ ആ ഒരു എക്യുപ്മെന്റ് ആ ഒരു റൂമിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, ഡിസിഷൻ മേക്കേഴ്സ്, ബയോമെഡിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞു അല്ലെ. മനസ്സിലായോ? എന്തിനാണ് അങ്ങനെ എഞ്ചിനീയറിനെ ഉൾപ്പെടുത്തുന്നതിന്? ആ ഒരു എക്യുപ്മെന്റ് അവർ ആ ഒരു റൂമിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് സ്വീകരിക്കണമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ അത്? പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. നമ്മ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ മാത്രം മതിയോ? ജസ്റ്റ് അതുകൊണ്ട് യൂസ് ചെയ്താൽ മാത്രം മതിയോ? മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. വേണോ? മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പൊ എന്താണ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്? എക്യുപ്മെന്റുകളുടെ എന്താണ്? നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുന്നതാണ് അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് 10,000 രൂപയോ 15,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്നതാണോ? അല്ല, ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപിച്ചുകൊണ്ട് വാങ്ങുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം? അതേപോലെ അല്ലെ അതിന്റെ ആ ഒരു സുരക്ഷിതത്വത്തോടു കൂടി തന്നെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കിയേ. മെയിന്റനൻസ് ഓഫ് equipment. Scientific approach to restrain the breakdown of an equipment is called maintenance. അത് അടയാളപ്പെടുത്താം കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഒരു ഉപകരണത്തിന്റെ അല്ലെ ഒരു എക്യുപ്മെന്റിന്റെ ബ്രേക്ക് ഡൗൺ, തകർച്ച തടയുന്നതിനുള്ള ശാസ്ത്രീയ സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിന്റനൻസ് കൊടുക്കുക. നമ്മുടെ വീട്ടില് പഴയ തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും?
കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിന് ഓയിലൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഓയിൽ കൊടുക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ? അങ്ങനെ എക്യുപ്മെന്റുകളുടെ ഒക്കെ എന്താണ് തുരുമ്പൊക്കെ ഒന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ കാറുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സർവീസ് ചെയ്യും അല്ലെ? ഓരോ വർഷം ചെല്ലുമ്പോഴും സർവീസ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കും അല്ലെ? അപ്പൊ എന്താണ്? ഒരു എക്യുപ്മെന്റിന്റെ തകർച്ച അല്ലെ തടയുന്നതിനുള്ള, ബ്രേക്ക് ഡൗൺ തടയുന്നതിനുള്ള ഒരു ശാസ്ത്രീയ സമീപനത്തെയാണ് നമ്മൾ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അത് അടയാളപ്പെടുത്താം കേട്ടോ. മെയിൻ്റെനൻസിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ഇൻടു 3. പ്രിവെന്റീവ് അല്ലെ? പ്രിവെന്റീവ് ആയിട്ടുള്ള, അത് തടയുന്നതിനുള്ള മാർഗങ്ങൾ. Then periodically, once in a year or 2, വർഷത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ പീരിയോഡിക് ആയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിറ്റക്റ്റീവ്, ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. അതായത് എന്താണ്? കുറ്റം കണ്ടുപിടിക്കുക അല്ലെ? ഡിറ്റക്റ്റീവ് നമുക്കറിയാം, ഡിറ്റക്റ്റീവ് ഓഫീസേഴ്സിനൊക്കെ നമുക്ക് കേൾക്കാറില്ല. അവരെന്താണ് കണ്ടുപിടിക്കുന്നത്? ഡിറ്റക്റ്റീവുകള് കുറ്റം കണ്ടുപിടിക്കുകയാണ് അല്ലെ? ആണോ? ആണ്. അതേപോലെ എന്താണ്? ആ ഒരു എക്യുപ്മെന്റിന്റെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ അല്ലെ, എന്തെങ്കിലും എന്താണ് അത് പ്രവർത്തനരഹിതമാവുക, അത് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു എന്താണ് കാരണം എന്ന് അറിയണ്ടേ? പ്രോബ്ലം അറിയണം അല്ലെ? കംപ്ലൈന്റ് നോക്കണം. അതാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. കുറ്റം കണ്ടുപിടിക്കുക, അതിന് എന്താണ് തകരാറ് വന്നിരിക്കുന്നത്. ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഒക്കെ എന്താണ് വർക്ക് ചെയ്യാതിരിക്കും, നമ്മൊരു ആളെ കൊണ്ടുവന്ന് നോക്കുമല്ലോ, നന്നാക്കുന്ന ആളെ കൊണ്ടുവന്ന് നോക്കൂ അല്ലെ? റിപ്പയർ ചെയ്യുന്ന ആളുടെ. അതേപോലെ എന്താണ്? ആ ഒരു എക്യുപ്മെന്റിന് എന്തെങ്കിലും പെർട്ടിക്കുലർ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ, ദ മെഷീൻ വിൽ ബി ബ്രേക്ക് ഡൗൺ, വിൽ നോട്ട് വർക്ക്. എന്താണ്? ആ ഒരു മെഷീൻ വർക്ക് ചെയ്യാതിരിക്കുകയാണ്. വിൽ നോട്ട് എന്താണ്? നിന്ന് പോയിട്ട് പിന്നെ വർക്ക് ചെയ്യാതിരിക്കുകയാണ്. ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, അവിടെ എന്താണ്? ആക്ടിവിറ്റീസ് നടക്കോ? ആ ഒരു എക്യുപ്മെന്റ് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്ടിവിറ്റീസ് നടക്കോ? ഇപ്പൊ എന്താണ്? നമ്മുടെ സ്കാനിങ് സെഷനില്ല, സ്കാനിങ് മെഷീൻ നിന്ന് പോയേക്കാണ്, അത് പ്രവർത്തനരഹിതമായി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. പിന്നെ അവിടെ സ്കാനിങ് ചെയ്യാൻ പറ്റുമോ? പേഷ്യൻസിന്റെ സ്കാനിങ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ വിൽ നോട്ട് വർക്ക്, ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ അല്ലെ? അവിടെ എന്താണ്? പ്രവർത്തനങ്ങൾ നിന്ന് പോകുകയാണ് അല്ലെ? കംപ്ലീറ്റ് ആവാതെ നിന്ന് പോകുന്നു. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു എക്യുപ്മെന്റ് പ്രവർത്തനരഹിതമായി പോകുമ്പോൾ അവിടെ ടൈമും കോസ്റ്റും കൂടുന്നുണ്ടോ? ടൈമും വേസ്റ്റ് ആയി പോകുകയാണ് അല്ലെ? ഇപ്പൊ വരുന്ന പേഷ്യൻസിന്, സ്കാനിങ്ങിന് വരുന്ന പേഷ്യൻസിനെ നമ്മൾ തിരിച്ചയക്കണം അല്ലെ? ആണോ? ആ ഒരു എക്യുപ്മെന്റ് നന്നാക്കുന്നത് വരെയും നമുക്ക് അവിടുത്തെ പ്രവർത്തനം നടക്കില്ല അല്ലെ? അപ്പൊ അതിനു വേണ്ടി അത് നന്നാക്കാൻ വേണ്ടി എടുക്കുന്ന സമയവും അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയും അല്ലെ, കോസ്റ്റും കൂടുതലായിരിക്കും അല്ലെ? ചിലവും കൂടുതലായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് shortage of proper and sufficient maintenance in a hospital will finally lead to. ഇങ്ങനെ കുറയ്ക്കണോ? കുറയ്ക്കാം കേട്ടോ. ഞാൻ സിമ്പിൾ ആയത് കാരണമാണ് പറഞ്ഞു പോകുന്നത്. കുറയ്ക്കാം, പതുക്കെ പറഞ്ഞു പോവാം കേട്ടോ. ഷോർട്ടേജ് ഓഫ് ബ്രേക്ക് ഡൗൺ പറയണം. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാല് ഒരു മെഷീന് നിന്ന് പോവാം, നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കലേ അത് നിന്ന് പോവാം, പിന്നെ അത് പ്രവർത്തിക്കാതിരിക്കാം. അപ്പൊ എന്താണ് അവിടെ? എന്താണ് അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവിടെ സ്റ്റോപ്പ് ചെയ്യല്ലേ? പിന്നെ നടക്കോ? ഇപ്പൊ സ്കാനിങ് സെക്ഷനിലാണെങ്കിൽ സ്കാനിങ് എടുത്തുകൊണ്ടിരിക്കലേ ആ ഒരു മെഷീൻ നിന്നുപോയി, പിന്നെ അത് പ്രവർത്തിക്കുന്നില്ല. ആ സ്കാനിങ് കംപ്ലീറ്റ് ആകോ? ഇല്ല. പിന്നെ വേറെ ഏതെങ്കിലും സ്കാനിങ് ചെയ്യാൻ സാധിക്കോ? ആ ഒരു സ്കാനിങ് മെഷീൻ കംപ്ലൈന്റ് തീർക്കുന്നത് വരെയും വേറെ ഏതെങ്കിലും സ്കാനിങ് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ അവിടുത്തെ പ്രവർത്തനം എന്താണ്? നിന്ന് പോവുകയാണ് അല്ലെ?
അപ്പൊ ആ ഒരു എക്യുപ്മെന്റ് നന്നാക്കാൻ എടുക്കുന്ന സമയവും അതിനു വേണ്ടി അവർക്ക് ചെലവ് വരുന്ന കോസ്റ്റ് കൂടുതലായിരിക്കില്ലേ? കൂടുതലായിരിക്കില്ലേ? അതാണ് അവിടെ പറയുന്നത്. ബ്രേക്ക് ഡൗൺ ആയി നിന്ന് പോവാ. ഓക്കെ ആണോ ദുജാന? അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഷോർട്ടേജ് ഓഫ് proper and sufficient maintenance in a hospital will finally lead to നമ്മ എന്താണ് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ്. നമ്മ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ എന്തിലേക്കൊക്കെയാണ് നയിക്കുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങൾ സംഭവിക്കും? നമ്മൾ ശരിയായ രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റുകള് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന മെഷീനറീസ് എക്യുപ്മെന്റുകള് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? വരുമാനം കുറയും അല്ലേ? വരുമാനം കുറയും. അവരുടെ പ്രശസ്തിയെ ബാധിക്കും അല്ലേ? ബാധിക്കോ? പിന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? നമുക്ക് കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കോ ആ ഒരു എക്യുപ്മെന്റ് കൊണ്ട്? സാധിക്കില്ല അല്ലേ? നമുക്ക് പിന്നെ നമുക്ക് എന്താണ് ആ ഒരു എക്യുപ്മെന്റ് എന്താണ് ഫലപ്രദമായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കോ? എന്താണ് ചിലപ്പോ അതിന്റെ ആയുസ്, ആ ലൈഫ് പീരീഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആയി പോകാം അല്ലെ? നമ്മൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ചിലപ്പോ ശരിയായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ 10 വർഷം ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ എന്താണ് ഒരു 5 വർഷം 6 വർഷം ആകുമ്പോഴേക്കിന് ആ മെഷീൻ പൂർണ്ണമായ രീതിയിൽ തകരാറിലേക്കാവോ? തകരാറ് സംഭവിക്കോ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നത്. അത് അവർക്ക് ലോസ് ആണ് അല്ലെ? വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടാണ് അവർ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത് അല്ലെ? അപ്പൊ അത് അവർക്ക് എന്താണ്? നഷ്ടമാണോ? അപ്പൊ നോക്കിയേ, റിസ്ക് ടു സേഫ്റ്റി. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? സേഫ്റ്റിക്ക് റിസ്ക് ആണ് അല്ലെ? പിന്നെ എന്താണ്? സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിന്റെ സെക്യൂരിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് നമുക്ക് തന്നെ പറയാം അല്ലെ? ഒരു എക്യുപ്മെന്റ് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എപ്പോ നിന്ന് പോകാം, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുമെന്നൊക്കെ നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ? ആ ഒരു എക്യുപ്മെന്റിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ നമ്മൾ പറയാറില്ലേ, ചില എക്യുപ്മെന്റ് ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും തകരാറ് വരോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കോ അല്ലേ? പറയാറുണ്ടോ? വാഷിംഗ് മെഷീൻ ഒക്കെ അല്ലെ? അപ്പൊ എന്താണ്? പിന്നെ അയൺ ബോക്സ് ഒക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനൊക്കെ എന്തെങ്കിലും സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് ആക്കിയിട്ടുണ്ട് പോവില്ലേ? പോവാറുണ്ടോ? ചിലപ്പോ പൊട്ടിത്തെറിക്കുന്നൊക്കെ പേടിച്ചിട്ട്. അതെന്താണ്? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് അത് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് ബുദ്ധിമുട്ടാണോ? ആ ഷോക്ക് അല്ലെ? അപ്പൊ എന്താണ്? ശരിയായ രീതിയിൽ നമ്മുടെ എക്യുപ്മെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നു, പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഹോസ്പിറ്റലിന്റെ ഹൈജീനുമായി ബന്ധപ്പെട്ട് അല്ലെ, വൃത്തിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? എക്യുപ്മെന്റുകളിൽ നിന്ന് വാട്ടറൊക്കെ ലീക്ക് ആവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓയിൽ ലീക്ക് ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ ലീക്കായി പോയി കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ശുചിത്വം ഉണ്ടാവോ ആ എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെബുലൈസർ, ഏറ്റവും ചെറിയൊരു എക്യുപ്മെന്റ് ആണ് നെബുലൈസർ. ആ നെബുലൈസറിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്? മരുന്നും സ്റ്റെറൈൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ നെബുലൈസ് ചെയ്യുന്നത്? ആണോ? ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സുഷിര ഉണ്ടായിട്ടുണ്ട്, ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ അതിന്റെ എഫക്ട് കിട്ടോ?
ഇല്ല, അതിന്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളവും ആ ഒരു മരുന്നൊക്കെ അവരുടെ മേത്തും കൂടി ഒന്ന് വീഴും അല്ലേ? ലീക്കായിപ്പോ. അപ്പൊ അതെന്താണ്? അപ്പൊ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ എക്യുപ്മെന്റുകളിൽ നിന്ന് എന്താണ് ഹൈജീൻ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള അല്ലെ, ശുചിത്വവുമായി വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ഹോസ്പിറ്റലില്. അപ്പൊ അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് loss of utilization and revenue owing to failure, breakdown and closure of areas of equipment equipment for repairs. Loss of utilization, നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് റവന്യൂ കിട്ടുന്നതിലും ഫെയിലിയർ സംഭവിക്കുന്നുണ്ട് അല്ലെ, പരാജയം സംഭവിക്കുന്നുണ്ടോ? ഇപ്പൊ സ്കാനിങ് ചെയ്താൽ മാത്രമാണ് അല്ലെ നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. സ്കാനിങ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടോ? അപ്പൊ അവിടുത്തെ റവന്യൂ കുറയാണോ? റവന്യൂ നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലെ, വരുമാനം നഷ്ടപ്പെടുകയാണ് അല്ലെ. അപ്പൊ ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, ഉപയോഗം കുറയുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനവും പിന്നെ പരാജയം സംഭവിക്കുന്നു. പിന്നെ ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അല്ലെ അതിന് ആ ഒരു എക്യുപ്മെന്റ് നിന്ന് പോയി കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഏരിയാസ്, ഇപ്പൊ സ്കാനിങ് മെഷീൻ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്കാനിങ്ങിന്റെ ഏരിയ നമുക്ക് ക്ലോസ് ചെയ്തിടണ്ടേ, അടച്ചിടേണ്ടതായിട്ട് വരുന്നു അല്ലെ. ആ ഒരു എക്യുപ്മെന്റ് നന്നാക്കുന്നത് വരെയും ആ ഒരു ഏരിയ അടച്ചിടണ്ടേ. അപ്പൊ എന്താണ്? ബ്രേക്ക് ഡൗൺ ആയാൽ, ആ ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആയാൽ ആ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുന്നത് വരെ, റിപ്പയറിങ് കഴിയുന്നത് വരെ ആ ഒരു ഏരിയ നമ്മെ അടച്ചിടേണ്ടതായിട്ട് വരുന്നു. ഓക്കെയാണോ? റിജു, ഇപ്പൊ സ്പീഡ് എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് loss of goodwill owing to inefficiency and a declining standard അല്ലെ. അപ്പൊ ഇങ്ങനെ അടച്ചിടേണ്ടി വരിക, അല്ലെങ്കിൽ എക്യുപ്മെന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നമുക്ക് എന്താണ്, ഓരോ എക്യുപ്മെന്റുകളും കേടാകുമ്പോൾ ആ ഒരു കാര്യക്ഷമതയില്ലായ്മ ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ഗുഡ്വില്ലിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. സൽപ്പേരിനെയും നിലവാര തകർച്ചയെ, ഡിക്ലൈനിങ് ദ സ്റ്റാൻഡേർഡ്, നിലവാര തകർച്ചയെയും അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെയും ബാധിക്കുന്നു. ഓക്കെയാണോ? എക്യുപ്മെന്റുകളുടെ അല്ലെ, ക്യാപിറ്റൽ എക്യുപ്മെന്റുകളുടെ കാര്യക്ഷമതയില്ലായ്മ അവിടുത്തെ നിലവാര തകർച്ചയെയും ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെയും ബാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നെറ്റ് റിഡക്ഷൻ ഇൻ എഫിഷ്യന്റ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ് അല്ലെ. വസ്തുക്കളുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെയും എക്യുപ്മെന്റുകൾ, ഉപകരണങ്ങളുടെയും ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയ്ക്കുന്നുണ്ടോ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നമുക്കൊരു എക്യുപ്മെന്റ് 10 വർഷം ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ അത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിനിങ് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ അതെന്താണ്, ഒരു 6 വർഷം ആവുമ്പോഴേക്കും അത് നശിച്ചു പോവുകയാണ് അല്ലെ. നമുക്ക് റിപ്പയർ ചെയ്യാത്ത വിധം അത് നശിച്ചു പോകുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ലൈഫ് പീരീഡ് കുറയ്ക്കുകയാണോ? അത് ആ ഒരു എക്യുപ്മെന്റിന്റെ ലൈഫ് പീരീഡ് കുറയ്ക്കുകയാണോ? അപ്പൊ എന്താണ്, നമ്മൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വസ്തുക്കളുടെയും ഉപകരണങ്ങളുടെയും ഫലപ്രദമായ ആയുസ് കുറയ്ക്കാൻ കാരണമാകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസ് അല്ലെ മസ്റ്റ് ബി ഡൺ ബൈ. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലില് പ്രവർത്തിപ്പിക്കേണ്ടത്? പ്രോപ്പർ ഇൻസ്റ്റോളേഷൻ അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? എക്യുപ്മെന്റുകള് അല്ലെങ്കിൽ എന്താണ്, നമ്മൾ എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ? പോരാ അല്ലെ. എന്താണ്, അതിനാവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് അപ്കീപ്പിംഗ്, കെയറിംഗ് ആൻഡ് റിപ്പയേഴ്സ് അല്ലെ. നമ്മൾ ഇതെന്താണ്, ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും വേണം, കെയർ ചെയ്യുകയും വേണം, നന്നാക്കുകയും വേണം അല്ലെ.
എങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമ്പോഴേക്കിനും നമ്മൾ അത് റിപ്പയർ ചെയ്യുകയും വേണം അല്ലേ? ആണോ? നെക്സ്റ്റ് പറയുന്നത് പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് അല്ലെ. എന്താണ് പീരിയോഡിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം അല്ലെ. എന്താണ് അഴുക്കുകൾ കയറിയിട്ടുണ്ടോ അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള പീരിയോഡിക് ക്ലീനിങ്ങും എന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റെനൻസുകൾ നടത്തുകയും വേണം അല്ലെ. അതെന്താണ്? തകരാറുകൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ തകരാറുകൾ തടയുന്ന തരത്തിലുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസുകൾ നടത്തുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഓരോ റെക്കോർഡുകളെ കുറിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റുകളെ കുറിച്ച് ഓരോ ക്യാപിറ്റൽ എക്യുപ്മെന്റുകളെ കുറിച്ചും അവർ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റെക്കോർഡ് കീപ്പിംഗ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊക്വയർമെന്റ് ഓഫ് സ്പെയർസ് അല്ലെ. എന്താണ്? സ്പെയറുകളുടെ സംഭരണം. അതായത് ഓരോ എക്യുപ്മെന്റുകളും കുറെ പാർട്സുകളും കുറെ സ്ക്രൂകളും കുറെ സാധനങ്ങളുണ്ട് അല്ലെ അത് ഘടിപ്പിച്ചിരിക്കുന്നത് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്പെയർസുകളുടെ സംഭരണം. ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് അതിന്റെ സ്പെയറൊക്കെ മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് ആ സ്പെയർസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും കൂടി വേണം. ഇതൊക്കെയാണ് മെയിൻ്റെനൻസ് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് utilization of equipment. Utilization has to be 80% to 90%, no under or over utilization അല്ലെ. എന്താണ്? ഒരു എക്യുപ്മെന്റ് നമ്മൾ 80% മുതൽ 90% വരെ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ ഒരുപാട് കുറയാനോ ഒരുപാട് കുറയാനോ കൂടാനോ പാടില്ല. ഇപ്പൊ നമ്മന്റെ വീട്ടിൽ പറയാറുണ്ട് എന്തെങ്കിലും എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെ, നമ്മ ഉപയോഗിച്ചില്ലെങ്കിൽ കേടായി പോകുമെന്ന് പറയാറുണ്ട് അല്ലെ. ഉണ്ടോ? അതേപോലെ നമ്മൾ പറയാറുണ്ട് എന്താണ്? അത് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം പ്രവർത്തിപ്പിച്ച് ഇപ്പൊ മിക്സിയൊക്കെ ഒരുപാട് നേരം അടിക്കുക, അതല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ ഒരുപാട് നേരം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് കേട് സംഭവിക്കും അല്ലേ? ചീത്തയായി പോകുമെന്ന് പറയാറുണ്ടോ? അതേപോലെ എന്താണ്? ഒരു എക്യുപ്മെന്റുകൾ അതിന്റെ 80% to 90% നമ്മൾ ഉപയോഗിക്കുക. അതിൽ കുറയാനോ അതിൽ കൂടാനോ പാടില്ല. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അതെ, ഈ യൂട്ടിലൈസേഷൻ എന്നുള്ളത് ഡി ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. എ തന്നെയാണ് വന്നിരിക്കുന്നത് മിസ്സിന്റെ കയ്യില്. ഡി ആണോ? എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി. ഡി അടയാളപ്പെടുത്താം കേട്ടോ, ഡി ആക്കാം കേട്ടോ. അത് പേയില് നമ്മ പറഞ്ഞു അല്ലെ, പ്ലാനിങ് പറഞ്ഞു അല്ലെ. ബിയില് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് പറഞ്ഞു അല്ലെ. ഡി ആണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ഇനി ഇ ആണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ആണ് പറയുന്നത് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. എ സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ. എന്താണ്? അവർ ഒരുപാട് നാളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? ഒന്നില്ലേ അവർ സ്ക്രാപ്പിൽ വിൽക്കുക. അതല്ലെങ്കിൽ എന്താണ്? ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടുത്തെ ചുറ്റുപാട് ഒരുപാട് പൈസ ഒന്നും ഇല്ലാത്തത്, റവന്യൂ ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റല്, അവർക്ക് വലിയ വലിയ എക്യുപ്മെന്റുകൾ വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റലുകൾക്ക്, സ്മോൾ ഹോസ്പിറ്റൽസിന് ഇത് ഫ്രീ ആയിട്ട് നൽകുക. ഓക്കെയാണോ? അതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയാം. തള്ളിക്കളയാ. നെക്സ്റ്റ് നമ്മുടെ നമ്മ പറഞ്ഞു, നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. എങ്ങനെയാണ് കിടക്കുന്നത്? ക്യാപിറ്റലിനാണ് കിടക്കുന്നത്. ക്യാപിറ്റലിനാണ് കേട്ടോ. ക്യാപിറ്റലിനാണോ? അപ്പൊ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസും നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ?
എക്സ്പെൻസ് എങ്ങനെയാണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റുകളും ഓർഡിനറി പർച്ചേസിംഗ് എക്യുപ്മെന്റുകളും തമ്മില് എക്സ്പെൻസ് എങ്ങനെയായിരിക്കും? കുറവാണോ കൂടുതലാണോ? ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾക്ക് ഹൈ ആയിരിക്കും അല്ലെ? പിന്നെ എങ്ങനെയാണ്? സോഴ്സ് എങ്ങനെയാണ്? കൂടുതലായിരിക്കും. പിന്നെ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് കിട്ടാനുള്ള സോഴ്സ് എങ്ങനെയാണ്? ഒരുപാട് ഉണ്ടാവോ? ഇല്ല, കുറവായിരിക്കും അല്ലെ? നമ്മുടെ ഓർഡിനറി എക്യുപ്മെന്റ് ഓർഡിനറി പർച്ചേസിങ്ങിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. പിന്നെ ലീഡ് ടൈം എങ്ങനെയായിരിക്കും? ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ലീഡ് ടൈം ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾക്ക് ലീഡ് ടൈം കൂടുതലായിരിക്കും അല്ലെ? കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ അതൊക്കെയാണ് കേട്ടോ. എളുപ്പമാണ്. എക്സ്റ്റെന്റ് ഓഫ് നെഗോസിയേഷൻ അല്ലെ? ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ് അല്ലെ? എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ നെഗോസിയേഷൻ ഒരുപാട് സമയം എടുക്കാണ് അല്ലെ? ചർച്ച ചെയ്യാനായിട്ട് തീരുമാനത്തിലൊക്കെ നമ്മൾ ചെറിയൊരു എമൗണ്ടിലാണോ വാങ്ങുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ? പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും? ഇല്ല അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നേടുന്നു. പക്ഷെ ഓർഡിനറി പർച്ചേസിങ്ങിന് കുറച്ച് സമയം മാത്രം വേണ്ടി വരുന്നുള്ളൂ. നെക്സ്റ്റ് ലീഡ് ടൈം റിക്വയർമെന്റ് ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റിന് ഒരുപാട് സമയം അവർക്കത് ലഭിക്കാനായി ടൈം വേണ്ടി വരുന്നു. ബട്ട് ഓർഡിനറി പർച്ചേസിംഗ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അല്ലെ? കുറച്ച് ഡേയ്സിന് ഡെലിവറി ടൈമിനുള്ളിൽ തന്നെ അവർക്ക് അത് കിട്ടുന്നു. നെക്സ്റ്റ് പറയുന്നത് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. അതിന് വേണ്ടി വരുന്ന ചിലവ് വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെ? ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഒരുപാട് എക്സ്പെൻസ് അല്ലെ? ചിലവ് വേണ്ടി വരുന്നു. നമ്മുടെ ഓർഡിനറി പർച്ചേസിംഗിൽ എന്താണ്? അധികം എക്സ്പെൻസ് വേണ്ടി വരുന്നില്ല അല്ലെ? ക്യാപിറ്റൽ അപേക്ഷിച്ച് കുറവായിരിക്കും. അവൈലബിലിറ്റി ഓഫ് സോഴ്സ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അല്ലെ? എന്താണ് നമ്മുടെ സോഴ്സ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് കിട്ടുന്നതിനുള്ള ഉറവിടങ്ങള് കുറവായിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ മിസ് എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. ഇന്നെടുത്ത ഭാഗം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാം മിസ്. നെക്സ്റ്റ് എന്നിട്ട് എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം മിസ്. അത് കഴിഞ്ഞോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Okay. 3 ways to obtain an item to an organization. ആ ഒരു ഓർഗനൈസേഷന്, ആ ഒരു ഹോസ്പിറ്റലിന് 3 രീതിയിലാണ്, 3 വഴികളിലൂടെയാണ് ഒരു ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് 3 രീതിയിലാണ്. പറയാമോ? ഒരു കാറ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു കാറ് എന്ന് പറഞ്ഞാൽ പുതിയതാവാം പഴയതാവാം. ഒരു കാറ് നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ അത് വാങ്ങാം. ഫസ്റ്റ് എന്താണ്? നമുക്ക് പുതിയത് വാങ്ങാം അല്ലെ? പുതിയത് വാങ്ങാം.
യൂസ്ഡ് കാർ വാങ്ങാം അല്ലെ. രണ്ടാമത്തെ പറയുന്നത് ഒരാൾ ഉപയോഗിച്ചത് അല്ലെ, യൂസ്ഡ് കാർ വാങ്ങാം. മൂന്നാമത്തത് എന്താണ്, നമുക്ക് റെന്റിന് എടുക്കാം, പാട്ടത്തിന് അല്ലെ, ലോണായിട്ട് എടുക്കുമ്പോഴും നമ്മ പുതിയതല്ലേ വാങ്ങുന്നത്, റെന്റിന് എടുക്കാം അല്ലെ. അതേപോലെ എന്താണ് റെന്റിന് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലത് നമ്മൾ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്കായിരിക്കും എടുക്കുന്നത്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ, നമുക്ക് ആ വാടകയ്ക്ക് നമുക്ക് തിരിച്ചു കൊടുക്കണം അല്ലെ. ഓൾഡ് കാർ എങ്ങനെയാണ്, ഒരാൾ ഉപയോഗിച്ച് അല്ലെ കുറച്ച് നാളെ യൂസ് ചെയ്തതിന് ശേഷം അയാളിൽ നിന്ന് വാങ്ങുന്നത് അല്ലെ. ഫസ്റ്റ് എന്താണ്, നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങാണ് അല്ലെ, അത് നമുക്ക് എങ്ങനെ വാങ്ങാം, EMI ആയിട്ട് വാങ്ങാം, ലോൺ ആയിട്ട് വാങ്ങാം അല്ലെ, ആണോ പുതിയ കാർ. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ഒരു എക്യുപ്മെന്റുകള് നമുക്ക് 3 രീതിയിലാണ് ആ ഒരു ഓർഗനൈസേഷൻ ലഭിക്കുന്നത്. ഫസ്റ്റത്തത് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, അവർ പുതിയ എക്യുപ്മെന്റുകൾ വാങ്ങുന്നു. രണ്ടാമത് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, ആരെങ്കിലും ഉപയോഗിച്ചതായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, ഓൾഡ് പഴയതായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. മൂന്നാമത്തേത് ബൈ ലീസിംഗ് അല്ലെ, പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് വാങ്ങുന്നു. ഓക്കെയാണോ? ഇനി ഫസ്റ്റത്തെ വരുന്നത് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയ എക്യുപ്മെന്റ് വാങ്ങുന്നത്. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ടു കളക്ട് ദ റെലവന്റ് ഡാറ്റ അബൌട്ട് ദ എക്യുപ്മെന്റ് ഫ്രം ദി യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് അവരെന്ത് ചെയ്യാണ്, ആ ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട അല്ലെ, ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട റെലവന്റ് ഡാറ്റ, പ്രസക്തമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു അല്ലെ. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്, ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം സപ്ലയേഴ്സ് അല്ലെ. നമ്മൾ പറഞ്ഞു പല സപ്ലയേഴ്സിൽ നിന്നും ഈ ഒരു എക്യുപ്മെന്റിനെ കുറിച്ചുള്ള കൊട്ടേഷൻസ് ക്ഷണിക്കുന്നു അല്ലെ. പല സപ്ലയേഴ്സിന് എന്ത് ചെയ്യും, പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും അല്ലെ. ഇപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മിസ് ആരാണ് മിസ് ഈ ഓർഗനൈസേഷന്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആഷ്നയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, ശ്രീലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, രാഗിക്ക്, കാർത്തികക്ക് എന്താണ്, നിങ്ങൾ സപ്ലയേഴ്സിനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കൊട്ടേഷൻ കിട്ടുമല്ലോ, കിട്ടില്ലേ? കൊട്ടേഷൻ അല്ല കേട്ടോ, പർച്ചേസ് റിക്വസിഷൻ കിട്ടില്ലേ, പർച്ചേസ് റിക്വസിഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ തിരിച്ച് എന്ത് കൊടുക്കും, കൊട്ടേഷൻ കൊടുക്കും, ആണോ. നിങ്ങൾ എത്ര പൈസക്ക് കൊടുക്കാം അല്ലെ, എത്ര ദിവസത്തിനുള്ളിൽ, എത്ര ലീഡ് ടൈമിനുള്ളിൽ കൊടുക്കാം, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ എക്യുപ്മെന്റുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ, അതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പൊ രണ്ടാമത്തെ എന്താണ്, ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദി സപ്ലയേഴ്സ്, പല സപ്ലയേഴ്സിൽ നിന്നും അവർ കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അസസ്മെന്റ് ഓഫ് ദി കൊട്ടേഷൻ ഓഫ് ബിഡ്സ് അല്ലെ, കൊട്ടേഷൻ ഓർ ബിഡ്സ് എന്നാണ് കേട്ടോ. എന്താണ്, പല കൊട്ടേഷൻസ്, അവർക്ക് ലഭിച്ച പല കൊട്ടേഷൻസും അവര് വിലയിരുത്തുകയും അല്ലെങ്കിൽ എന്താണ് ബിഡ്സ് അല്ലെ, ലേലം വിളിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? പല കൊട്ടേഷൻസ് അവര് അസസ്മെന്റ് നടത്തിയിട്ട് അവര് ലേലം വിളിക്കുന്നു. ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ഫാക്ടേഴ്സ്. പുതിയ ഒരു പ്രോഡക്റ്റ്, ഒരു എക്യുപ്മെന്റുകള് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വരുന്നത് economic life of the machine, which consists of the service life of an asset, which reduces the average cost per period of service. ഇതില് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇതിലും എന്താണ്, ആ ഒരു അസറ്റിന്റെ, അതായത് ആ ഒരു എക്യുപ്മെന്റിന്റെ എന്താണ് ആയുസ്, സർവീസ് ലൈഫ് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഇതിൽ എന്താണ്, വിച്ച് റെഡ്യൂസ് ദ ആവറേജ് കോസ്റ്റ് പെർ പീരീഡ് ഓഫ് സർവീസ്. ഇത് സേവന കാലയളവിലെ ശരാശരി ചെലവ്
കുറയ്ക്കുന്നു. എന്ന് വെച്ചാൽ എക്കണോമിക് ലൈഫ് എന്ന് പറയാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ട് അത് റിപ്പയർ വരാതെ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാലോ, ഒരു കംപ്ലൈന്റുകളും വരാതെ പ്രോപ്പർ ആയിട്ട്. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ആസ്തിയുടെ അവര് വാങ്ങിക്കുന്ന അസറ്റ്, എക്യുപ്മെന്റ് ആവാം, മെഷീൻ ആവാം അല്ലെ, ആ ഒരു അസറ്റിന്റെ ആസ്തിയുടെ ആയുസ് ഉൾപ്പെടുന്നു. അതിലെന്ത് പറയുന്നുണ്ട്? സേവന കാലയളവില് എന്താണ് അവരുടെ ആ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൂടി ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് അത് റിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടോ? അത് ബ്രേക്ക് ഡൗൺ ആയി പോകാണ്, തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നന്നാക്കുന്നതിന് കോസ്റ്റ് വരുന്നില്ലേ? അപ്പൊ അതെന്താണ് ഇതിൽ പറയുന്നത്? ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീന് എന്താണ് തകരാറുകളൊന്നും സംഭവിക്കാതെ നമ്മൾ എത്ര നാൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെയാണ് ഇക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈംസ് ആൻഡ് കോസ്റ്റ് ഡയമെൻഷൻ. ഇതില് സമയവും ചെലവും ഉൾപ്പെടുത്തുന്നുണ്ട്, എത്ര നാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ആണോ? എക്കണോമിക് ലൈഫ് ഓഫ് ദി, അത് അടയാളപ്പെടുത്താട്ടോ. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് physical life of the machine, the total period of productivity of the machine or the entire life of the machine. എന്താണ് ആ ഒരു മെഷീനിന്റെ എന്താണ് യന്ത്രത്തിന്റെ ഉൽപാദനക്ഷമതയും ആകെ കാലയളവ് അല്ലെങ്കിൽ യന്ത്രത്തിന്റെ മുഴുവൻ എൻറ്റയർ ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ. ആ ഒരു മെഷീന്റെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെ, എന്താണ് മുഴുവൻ ഉൽപാദനക്ഷമതയുടെ കാലയളവ്. അതല്ലെങ്കിൽ എന്ത് പറയാം? എൻറ്റയർ ലൈഫ് ഓഫ് ദി മെഷീൻ അല്ലെ, മുഴുവൻ ലൈഫ്. എന്ന് വെച്ചാൽ നമ്മ ഒരു മെഷീന്, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള മെഷീൻ ആണെങ്കിലും നമ്മ വാങ്ങിച്ചു, ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം നമ്മ ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് നമ്മ കളയോ മെഷീൻ? ഇല്ല, നമ്മ എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യില്ലേ? റിപ്പയർ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കും ആണോ? സർവീസ് ചെയ്യും അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നമ്മൾ വീണ്ടും ഉപയോഗിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് റിപ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് എത്രത്തോളം നാള് ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും കാലയളവിനെയാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമ്മൾ റിപ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് ആ ഒരു മെഷീൻ, ഇപ്പൊ ആ ഒരു മെഷീന്റെ ചിലപ്പോ പറയുന്നത് ഒരു 5 വർഷം യൂസ് ചെയ്യാവുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അത് റിപ്പയർ ഒക്കെ ചെയ്ത് ഒരു 7 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കൽ ലൈഫ് എത്രയാണ്? 8 വർഷമാണ് അല്ലെ? ഓക്കെയാണോ? അപ്പൊ നമ്മ ആ ഒരു മെഷീൻ എത്ര നാൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെയാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ടാക്സ് ലൈഫ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ലൈഫ് അല്ലെ. The number of years over which the capital cost can be received back. നമുക്ക് ആ ഒരു മൂലധന ചെലവ്, നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായ പൈസ തിരികെ ലഭിക്കാവുന്ന വർഷങ്ങളെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ പറയാറുണ്ട് അല്ലെ, നമ്മൾ കൊടുത്ത പൈസക്കുള്ളത് നമുക്ക് ലഭിച്ചു എന്ന് പറയാറില്ലേ, മുതലായി എന്ന് പറയാറില്ലേ, നമുക്ക് കൊടുത്ത പൈസക്കുള്ള മുതലായി എന്ന് പറയാറില്ലേ, പറയാറുണ്ടോ? അപ്പൊ അത് എത്ര നാള് കൊണ്ട് അവർക്ക് ലഭിച്ചു. ഇപ്പൊ അവരൊരു സ്കാനിങ് മെഷീന്, നമ്മുടെ ഹോസ്പിറ്റലില് ഒരു സ്കാനിങ് മെഷീന് അവർക്ക് 1 ലക്ഷം രൂപയായി. അവര് സിടി സ്കാനിന്റെ മെഷീന് 1 ലക്ഷോ 2 ലക്ഷോ രൂപ ചിലവായി. അവരൊരു സിടി സ്കാൻ ചെയ്യുന്നതിന് എത്ര രൂപ ഈടാക്കുന്നുണ്ട്? 3000
രൂപ വരെ അല്ലെ, 3000 രൂപയ്ക്ക് ആവില്ലേ CT സ്കാനിന്? 3000 രൂപയൊക്കെ വരും. അപ്പൊ അവർക്ക് എത്ര പേഷ്യന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ 1 ലക്ഷം രൂപ അവർക്ക് മുതലാവും? പിന്നെ അവർക്ക് എന്താണ്? ലാഭമാണ് അല്ലെ. ബാക്കി ആ 1 ലക്ഷം രൂപ കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്നത് മൊത്തം അവർക്ക് ലാഭമല്ലേ? അവർക്ക് ചെലവായ പൈസ കിട്ടി അല്ലേ? അപ്പൊ ആ ഒരു എന്താണ്, അവര് ആ ഒരു മെഷീനിന് വേണ്ടി എത്ര ചെലവാക്കി അത് അവർക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു കാലയളവിനെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മൂലധന ചിലവ് തിരികെ പിടിക്കാവുന്ന വർഷങ്ങളെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ടാക്സ് ലൈഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലോ? ഇല്ല. ഓക്കെ. അപ്പൊ 3 പറഞ്ഞു അല്ലെ. എക്കണോമിക് ലൈഫ് പറഞ്ഞു, ഫിസിക്കൽ ലൈഫ് പറഞ്ഞു, ടാക്സ് ലൈഫ് പറഞ്ഞു അല്ലെ. ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ് ആൻഡ് ഇലക്ട്രിസിറ്റി. എന്താണ് സാമ്പത്തിക പ്രവചനം? ഒരു എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ അതിന്റെ സ്പെയർസുകളുടെ ലഭ്യത നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അത് കേടായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് അതിന്റെ സ്പെയർസ് കിട്ടുമെന്ന് നമ്മൾ മുൻകൂട്ടി നോക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സ്പെയർസുകളുടെ ലഭ്യത. പിന്നെ ഇലക്ട്രിസിറ്റി, ഇപ്പൊ നമ്മ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങുകയാണ് അല്ലെങ്കിൽ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കുന്നത്? 5 സ്റ്റാർ ആണോ 3 സ്റ്റാർ ആണോ എന്ന് നോക്കും അല്ലെ. നോക്കാറുണ്ടോ? AC ഒക്കെ വാങ്ങുമ്പോഴൊക്കെ എന്താണ് അത്? കറണ്ട്, ഇലക്ട്രിസിറ്റി കുറച്ച് യൂസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ഇലക്ട്രിസിറ്റി എത്രത്തോളം ഇലക്ട്രിസിറ്റി അത് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്കണോമിക് സാമ്പത്തിക പ്രവചനത്തിൽ നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പൊട്ടൻഷ്യലി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, നിലവിലുള്ള സംവിധാനത്തിലെ സാധ്യത അല്ലെ. നിലവിലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിൽ ആ ഒരു എക്യുപ്മെന്റ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ട്, അവർക്ക് എന്തെങ്കിലും ബെനഫിറ്റ്സ് ഉണ്ടോ അല്ലെ എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട്. അവർക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു എക്യുപ്മെന്റ് അവർ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ഹോസ്പിറ്റൽ ഇല്ല. അപ്പൊ നിലവിലെ സംവിധാനത്തിൽ ആ ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തില് അതിന്റെ ആ ഒരു എക്യുപ്മെന്റുകളുടെ സാധ്യത എത്രത്തോളമാണ്? നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു മൊബൈല് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. ആ ഒരു മൊബൈല് നമ്മ കൊടുക്കുന്ന പൈസക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാറില്ലേ നമ്മ? ഉണ്ടോ? ഉണ്ട്. അതിനെയാണ് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. നമ്മ ഒരു ഇൻവെസ്റ്റ് ചെയ്ത അല്ലെ, ആ ഒരു നിക്ഷേപിച്ച പൈസക്കുള്ള ആ ഒരു കാര്യമുണ്ടോ അല്ലെ, ആ എക്യുപ്മെന്റിന് അത്രത്തോളം പ്രാധാന്യമുണ്ടോ അല്ലെ, ഉപകാരപ്രദമാണോ, അതിനുള്ള ഫീച്ചേഴ്സ് സവിശേഷതകളുണ്ടോ അല്ലെ, നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ലഭിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ് അല്ലെ. എന്താണ് ആ ഒരു എക്യുപ്മെന്റിന് വേണ്ടി അവർക്ക് ചിലവാകുന്ന പ്രാരംഭ കോസ്റ്റ് അല്ലെ. ഇപ്പൊ പ്രാരംഭ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? പർച്ചേസിങ് കോസ്റ്റ് വേണം അല്ലെ. നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു പൈസ വേണം. ഒരു AC വാങ്ങുകയാണ്, ഒരു AC വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് എന്താണ്? AC വാങ്ങിക്കാനുള്ള പൈസ വേണം. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പൈസ വേണ്ടി നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് റൂമിൽ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ഇൻസ്റ്റാളേഷൻ ഫീസ് വേണം. പിന്നെ എന്താണ്? അതിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നന്നാക്കാൻ പൈസ വേണം. തകർച്ച ചെലവ്, സർവീസ് ചെലവ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകൾ കൂടി അവര് പർച്ചേസിങ് പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവര് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കിയേ.
ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നെക്സ്റ്റ് ഭാഗം എടുത്താല് നമുക്ക് കഴിയില്ല. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് തുടങ്ങാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. മഴയുണ്ടോ?